KTU S7 സിവിൽ എഞ്ചിനീയറിംഗിലെ CE 405 എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 1-ലെ മൊഡ്യൂൾ 2-ലെ ലെക്ചർ 3 ആണിത്. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺഡ്യൂട്ട്സിനെയും പമ്പ്സിനെയും കുറിച്ചാണ്. കോൺഡ്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് കളക്റ്റിംഗ് വാട്ടർ ഫ്രം സോഴ്സിൽ നിന്ന് വാട്ടർ കളക്ട് ചെയ്യുക, ആ കളക്ട് ചെയ്ത വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലോട്ട് കൊടുക്കുക, അതുപോലെ ട്രീറ്റ് ചെയ്ത വാട്ടർ കൺസ്യൂമേഴ്സിന് കൊടുക്കുക. ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിനെയാണ് കോൺഡ്യൂട്ട്സ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് കോൺഡ്യൂട്ട്സ് ആണുള്ളത്, ഗ്രാവിറ്റി കോൺഡ്യൂട്ട്സ് ആൻഡ് പ്രഷർ കോൺഡ്യൂട്ട്സ്. ഫസ്റ്റ് വൺ, ഗ്രാവിറ്റി കോൺഡ്യൂട്ട്സ്. ഇൻ ഗ്രാവിറ്റി കോൺഡ്യൂട്ട്സ് വാട്ടർ ഫ്ലോസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി കോൺഡ്യൂട്ട്സിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഗ്രാവിറ്റി ബേസ് ചെയ്തിട്ടാണ്. Hydraulic gradient line coincide with the water surface and will be parallel to the bed of conduits. ഇവിടെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ വാട്ടർ സർഫസുമായിട്ട് കോയിൻസൈഡ് ആയിരിക്കും, അതുപോലെ കോൺഡ്യൂട്ടിൻ്റെ ബെഡ് സ്ലോപ്പിന് പാരലലും ആയിരിക്കും. വാട്ടർ ഫ്ലോ അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, സോ പ്രഷർ ടേമിംഗ് ബെർണോളിസ് ഇക്വേഷൻ. ഇവിടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ബേസിസിലാണ്. സോ ബെർണോളിസ് ഇക്വേഷൻ്റെ ടേംസ് കൺസിഡർ ചെയ്ത ആ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Gravity conduits have to follow a gradual slope of the hydraulic gradient line and cannot follow natural slope. Gravity conduits follow ചെയ്യുന്നത് ഗ്രാജുവൽ സ്ലോപ്പോ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനെയാണ്, അല്ലാതെ നാച്ചുറൽ സ്ലോപ്പിനെ അല്ല. Gravity conduits cannot go up and down hills and valleys as desired by the existing topography of the area. ഈ ഗ്രാവിറ്റി കോൺഡ്യൂട്ട്സിന് അപ്പ് ആൻഡ് ഡൗൺ ഹിൽസിൽ അല്ലെങ്കിൽ വാലീസിലൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയല്ല ഉള്ളത്. ബിക്കോസ് it's on gravity based. They may carrying zigzag way which will increase its length. ഇത് ഗ്രാവിറ്റി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ സിക്സാഗ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാവിറ്റി കോൺഡ്യൂട്ട്സ് ആണ് കനാൽസ്, ഫ്ലൂംസ് ആൻഡ് അക്യൂഡക്റ്റ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് കോൺഡ്യൂട്ട് ആണ് പ്രഷർ കോൺഡ്യൂട്ട്സ്. ക്ലോസ്ഡ് കോൺഡ്യൂട്ട്സ് സച്ച് ആസ് നോ എയർ ക്യാൻ എൻറ്റർ ഇൻ ടു ദം. ക്ലോസ്ഡ് ആയിട്ടുള്ള എയർ എൻട്രി ഇല്ലാത്ത കോൺഡ്യൂട്ട്സിനെയാണ് പ്രഷർ കോൺഡ്യൂട്ട്സ് എന്ന് പറയുന്നത്. വാട്ടർ ഫ്ലോസ് അണ്ടർ പ്രഷർ എബവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇവിടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് എബവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ജോയിനിങ് വാട്ടർ സർഫസ് എലിവേഷൻ അറ്റ് എ ഡിഫറൻറ്റ് പൊസിഷൻ. വേരിയസ് പൊസിഷൻസിലുള്ള വാട്ടർ സർഫസിൻ്റെ ലൈൻസ് ജോയിൻ ചെയ്തിട്ടാണ്, വാട്ടർ സർഫസിൻ്റെ ആ ഒരു എലിവേഷൻ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ കിട്ടുന്നത്. ദ ബെഡ് ഓഫ് പ്രഷർ കോൺഡ്യൂട്ട്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ. പ്രഷർ കോൺഡ്യൂട്ട്സിൻ്റെ ബെഡ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈനിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പ്രഷർ കോൺഡ്യൂട്ട്സ് ക്യാൻ ഫോളോ നാച്ചുറൽ സ്ലോപ്സ് ആൻഡ് ഫ്രീലി ഗോ അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് റിക്വയർ ലെസ് ലെങ്ത് ഓഫ് കോൺഡ്യൂട്ട്സ്. പ്രഷർ കോൺഡ്യൂട്ട്സ് നാച്ചുറൽ സ്ലോപ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ അതിന് അപ്പ് ആൻഡ് ഡൗൺ ഹില്ലി ഏരിയാസിലൊക്കെ ഈസിലി പാസ് ചെയ്യാൻ പറ്റും ആൻഡ് റിക്വയർ ലെസ് ലെങ്ത് ഓഫ് കോൺഡ്യൂട്ട്സ്. അതുകൊണ്ട് തന്നെ ലെസ് ലെങ്തിൽ നമ്മൾ കൊടുത്താൽ മതി. പ്രഷർ കോൺഡ്യൂട്ട്സ് ആർ ജനറലി സർക്കുലർ ഫോർ ഹൈഡ്രോളിക് ആൻഡ് സ്ട്രക്ചറൽ റീസൺസ്. ഹൈഡ്രോളിക് ആൻഡ് സ്ട്രക്ചറൽ റീസൺസ് വെച്ചിട്ട് നമ്മൾ പ്രഷർ കോൺഡ്യൂട്ട്സ് എപ്പോഴും സർക്കുലർ ഷേപ്പ് ആയിട്ടാണ് കൊടുക്കുക. വാട്ടർ ഫ്ലോയിങ് ത്രൂ പ്രഷർ കോൺഡ്യൂട്ട്സ് ആർ നോട്ട് എക്സ്പോസ്ഡ് എനിവയർ. പ്രഷർ കോൺഡ്യൂട്ട്സ് ഒരിടത്തും എക്സ്പോസ് ചെയ്യുന്നില്ല. സോ പൊല്യൂഷൻ ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ സപ്ലൈ സ്കീമിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് പ്രഷർ കോൺഡ്യൂട്ട്സ് ആണ്. ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രഷർ കോൺഡ്യൂട്ട്സ്. പ്രഷർ കോൺഡ്യൂട്ട്സിൻ്റെ ഫോംസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് പൈപ്സ്, ക്ലോസ്ഡ് അക്യൂഡക്ട്സ് ആൻഡ് പ്രഷർ ടണൽസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പമ്പ്സിനെ കുറിച്ചാണ്. എ പമ്പ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മൂവ് ഫ്ലൂയിഡ്സ് സച്ച് ആസ് ലിക്വിഡ്സ്, ഗ്യാസസ് ഓർ സ്ലറീസ്. ഫ്ലൂയിഡ്സ് സച്ച് ആസ് ലിക്വിഡ്സ്, ഗ്യാസസ്, സ്ലറീസ് ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്രീസസ് ദ മെക്കാനിക്കൽ എനർജി ഓഫ് ഫ്ലൂയിഡ്. ഫ്ലൂയിഡിൻ്റെ മെക്കാനിക്കൽ എനർജി ഇൻക്രീസ് ചെയ്യും. ദ അഡീഷണൽ എനർജി ക്യാൻ ബി യൂസ്ഡ് ടു ഇൻക്രീസ് വെലോസിറ്റി, പ്രഷർ ആൻഡ് എലിവേഷൻ. വൈ പമ്പ്സ് ആർ റിക്വയർഡ് ഇൻ എ വാട്ടർ സപ്ലൈ സ്കീം? To lift the water at the source when water cannot flow by gravity into the mains. ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ട് വാട്ടറിന് മെയിൻസിലോട്ട് എത്താൻ പറ്റാത്ത കേസസിലാണ് നമ്മൾ വാട്ടർ സപ്ലൈ സ്കീമിൽ പമ്പ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടു ലിഫ്റ്റ് ദ വാട്ടർ അറ്റ് ദ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇഫ് സഫിഷ്യൻറ്റ് നാച്ചുറൽ സ്ലോപ്പ് ഈസ് നോട്ട് അവൈലബിൾ ആസ് ടു കാസ് ഗ്രാവിറ്റേഷണൽ ഫ്ലോ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. നാച്ചുറൽ സ്ലോപ്പ് അവൈലബിൾ അല്ല, സഫിഷ്യൻറ്റ് നാച്ചുറൽ സ്ലോപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ.
To lift the water after treatment so as to force the water into the distributing mains. ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം വാട്ടറിനെ ഡിസ്ട്രിബ്യൂട്ടിംഗ് മെയിൻസിലോട്ട് ഫോഴ്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പമ്പ്സ് യൂസ് ചെയ്യും. വെൻ ദ പ്രഷർ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഹാസ് ടു ബി ബൂസ്റ്റഡ് അറ്റ് ഇൻ്റർമീഡിയറ്റ് പോയിന്റ് വിത്തിൻ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സോ ആസ് ടു ഇനേബിൾ വാട്ടർ ടു റീച്ച് അപ്പ് ടു ദ റിക്വയർഡ് ഹൈറ്റ്. റിക്വയർഡ് ഹൈറ്റിലോട്ട് വാട്ടർ നമ്മൾ റൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ വാട്ടർ സപ്ലൈ സ്കീമിൽ പമ്പ്സ് യൂസ് ചെയ്യും. ഇനി ടൈപ്സ് ഓഫ് പമ്പ്സ്, മെയിൻലി 2 ടൈപ്പ് ഓഫ് പമ്പ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ റോട്ടോഡൈനാമിക് പമ്പ് ആൻഡ് സെക്കൻഡ് വൺ ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. ഇൻ റോട്ടോഡൈനാമിക് പമ്പിൽ ഇമ്പലർ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന എനർജി വച്ചിട്ടാണ് പമ്പ് വർക്ക് ചെയ്യുന്നത്. മെയിൻലി 2 ടൈപ്സ് ഓഫ് പമ്പ്സ് ആണുള്ളത്, സെൻട്രിഫ്യൂഗൽ പമ്പും ആക്സിയൽ ഫ്ലോ പമ്പും. അതുപോലെ സെക്കൻഡ് ടൈപ്പ് പമ്പാണ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൽ മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്തിട്ടാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഇവിടെയും 2 ടൈപ്പ് ഓഫ് പമ്പ്സ് ആണുള്ളത്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആൻഡ് റോട്ടറി ടൈപ്പ് പമ്പ്. ഇനി അതർ ടൈപ്സ് ഓഫ് പമ്പ്സ് ആണ് എയർ ലിഫ്റ്റ് പമ്പ്, ജെറ്റ് പമ്പ്സ് ആൻഡ് ഹൈഡ്രോളിക് റാംസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് പമ്പ്. ഫസ്റ്റ് വൺ കപ്പാസിറ്റി ഓഫ് പമ്പ്, എത്ര കപ്പാസിറ്റി ഉള്ള പമ്പാണ് വേണ്ടത്. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ സപ്ലൈ സ്കീം, വാട്ടർ സപ്ലൈ സ്കീമിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് ഒരുപാട് വെള്ളം സപ്ലൈ ചെയ്യാനുള്ള പമ്പാണെങ്കിൽ അത്രയും കപ്പാസിറ്റിയും പവറൊക്കെ ഉള്ള പമ്പായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുക. ആൻഡ് ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് പമ്പിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ്, അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ്, സ്പേസ് റിക്വയർമെൻറ്റ് ഫോർ ലൊക്കേറ്റിംഗ് പമ്പ് ലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ ആ ഒരു സ്പേസ് റിക്വയർമെൻറ്റ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് റിക്വയർഡ്, എത്ര പമ്പിംഗ് യൂണിറ്റ്സ് ആണ് വേണ്ടത്, ടോട്ടൽ ലിഫ്റ്റ് ഓഫ് വാട്ടർ റിക്വയർഡ്, അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി പമ്പ്ഡ്, എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് നമുക്ക് പമ്പ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് നമ്മളൊരു പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി സെലക്ഷൻ ഓഫ് പമ്പിംഗ് സ്റ്റേഷൻ. സൈറ്റ് ഷുഡ് ബി അവേ ഫ്രം ആൾ സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ ആൻഡ് പൊല്യൂഷൻ. ആ സൈറ്റ് എന്ന് പറയുന്നത് കണ്ടാമിനേഷനിൽ നിന്ന് പൊല്യൂഷനൊക്കെ ഫ്രീ ആയിരിക്കണം. സൈറ്റ് ഷുഡ് ബി എബവ് ദ ഹയസ്റ്റ് ഫ്ലഡ് ലെവലിൽ നിന്നും എബവ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ പമ്പിംഗ് സ്റ്റേഷൻ. സോ ഒരു ഫ്ലഡ് വന്നാൽ നമ്മുടെ പമ്പിംഗ് യൂണിറ്റ്സിനെ ഒന്നും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇഫ് ഇറ്റ്സ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഷുഡ് ബി പോസിബിൾ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും എക്സ്പാൻഷൻസ് ഒക്കെ നടത്താനുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റണം. പോസിബിലിറ്റീസ് ഓഫ് ഫയർ ഹസാർഡ് ഷുഡ് ബി കൺസിഡേർഡ്, ഫയർ ഹസാർഡ് പോസിബിലിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യണം. പ്രോക്സിമിറ്റി ടു ദ പവർ സോഴ്സ്, ആ പമ്പിംഗ് നടക്കാൻ ആവശ്യമായ പവർ സോഴ്സസിൻ്റെ പ്രോക്സിമിറ്റി കൺസിഡർ ചെയ്യണം. ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ എ നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ്, ഇത് പ്ലേസ് ചെയ്യേണ്ടത് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസിൽ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് സ്പേസ് ബിറ്റ്വീൻ സ്റ്റേഷൻസ് ഫോർ ദെയർ ഓപ്പറേഷൻ, റിപ്പയർസ്, മെയിൻ്റെനൻസ് ആൻഡ് ക്ലീനിങ്. സഫിഷ്യൻറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം ഓപ്പറേഷനും റിപ്പയറിങ്ങിനും മെയിൻ്റനൻസിനും ക്ലീനിങ്ങിനും എല്ലാം ആവശ്യമായിട്ടുള്ള സഫിഷ്യൻറ്റ് സ്പേസ് നമ്മൾ ചൂസ് ചെയ്യുന്ന പമ്പിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം.